ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. ഇന്നത്തെ വീഡിയോ വളരെ രസകരമായിട്ടുള്ള ഒന്നാണ്. നമ്മൾ പലർക്കും സംഭവിക്കാറുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ സ്റ്റോറിയിൽ പറയുന്നത്. അഞ്ജലി ഒരു കല്യാണത്തിന് പോയപ്പോൾ ലണ്ടനിലുള്ള തൻ്റെ സുഹൃത്തിനെ കാണുകയാണ്. അവളൊന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സമയത്ത് അഞ്ജലിക്ക് ചില അബദ്ധങ്ങൾ പറ്റി. ആ തെറ്റുകൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെ ശരിയായിട്ട് പറയാമെന്നുള്ളതും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാം. അപ്പോൾ നമുക്ക് അഞ്ജലിയുടെ കഥ കേട്ട് നോക്കാം. Anjali went to a wedding reception. There, she met her friend's cousin, Sarah, who grew up in London. Anjali wanted to impress Sarah with her English. അഞ്ജലി ഒരു വിവാഹ സൽക്കാരത്തിന് പോയി. അവിടെ വെച്ച് ലണ്ടനിൽ വളർന്ന തൻ്റെ കൂട്ടുകാരിയുടെ കസിൻ സേറയെ അവൾ കണ്ടുമുട്ടി. തൻ്റെ ഇംഗ്ലീഷ് കൊണ്ട് സേറയെ ഇംപ്രസ് ചെയ്യാൻ അഞ്ജലി ആഗ്രഹിച്ചു. അഞ്ജലി വെന്റ് ടു എ വെഡിങ് റിസപ്ഷൻ. വെന്റ് എന്ന് പറഞ്ഞാൽ ഗോയുടെ പാസ്റ്റാണ്. ഗോ പോവുക, വെന്റ് പോയി. അഞ്ജലി വെന്റ്, അഞ്ജലി പോയി. ടു എ വെഡിങ് റിസപ്ഷൻ. വെഡിങ് വിവാഹം അല്ലെങ്കിൽ കല്യാണം. റിസപ്ഷൻ സൽക്കാരം. ടു എ വെഡിങ് റിസപ്ഷൻ ഒരു വിവാഹ സൽക്കാരത്തിന്. there she met her friend's cousin Sarah. there അവിടെ. she met meet എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക. ഇതിൻ്റെ പാസ്റ്റാണ് met, കണ്ടുമുട്ടി. she met അവൾ കണ്ടുമുട്ടി. ആരെയാ കണ്ടുമുട്ടിയത്? her friend's cousin Sarah, തൻ്റെ കൂട്ടുകാരിയുടെ കസിൻ സേറയെ. കസിൻ എന്ന് പറയുന്നത് പിതൃ സഹോദരപുത്രൻ, പുത്രി അല്ലെങ്കിൽ മാതൃ സഹോദരപുത്രൻ, പുത്രി ഇവരൊക്കെയാണ്. അതായത് അമ്മാവൻ്റെ മകൻ അല്ലെങ്കിൽ അമ്മാവൻ്റെ മകൾ, അമ്മായിയുടെ മകൻ, അമ്മായിയുടെ മകൾ, ഇവരെയൊക്കെ കസിൻ എന്നാണ് പറയുന്നത്. ഇവിടെ ഷീ മെറ്റ് ഹെർ ഫ്രണ്ട്സ് കസിൻ സേറ. അവൾ തൻ്റെ കൂട്ടുകാരിയുടെ കസിൻ സേറയെ കണ്ടുമുട്ടി. ഇനി സേറയെക്കുറിച്ച് പറയുന്നുണ്ട്. ഹൂ ഗ്രൂ അപ്പ് ഇൻ ലണ്ടൻ. ഗ്രോ അപ്പ് എന്ന് പറഞ്ഞാൽ വളരുക, വലുതാവുക, ഇതൊക്കെയാണ് അർത്ഥം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിൽഡ്രൻ ഗ്രോ അപ്പ് ക്വിക്ക്ലി. കുട്ടികൾ വേഗത്തിൽ വളരുന്നു. ക്വിക്ക്ലി എന്ന് വെച്ചാൽ വേഗത്തിൽ. ഇതിൻ്റെ പാസ്റ്റാണ്, അതായത് ഗ്രോ അപ്പിൻ്റെ പാസ്റ്റാണ് ഗ്രൂ അപ്പ്. വളർന്നു അല്ലെങ്കിൽ വലുതായി. ഐ ഗ്രൂ അപ്പ് ഇൻ കേരള. ഞാൻ കേരളത്തിലാണ് വളർന്നത്. അപ്പോൾ ഇവിടെ സേറ ഹൂ ഗ്രൂ അപ്പ് ഇൻ ലണ്ടൻ. ലണ്ടനിൽ വളർന്ന സേറയെ. there she met her friend's cousin Sarah who grew up in London. അവിടെ വെച്ച് അവൾ ലണ്ടനിൽ വളർന്ന തൻ്റെ കൂട്ടുകാരിയുടെ കസിൻ സേറയെ കണ്ടുമുട്ടി. അഞ്ജലി wanted to impress Sarah with her English. wanted ആഗ്രഹിച്ചു. അഞ്ജലി wanted, അഞ്ജലി ആഗ്രഹിച്ചു. to impress ഇംപ്രസ് ചെയ്യാൻ. ഇംപ്രസ് എന്ന് വെച്ചാൽ മതിപ്പുണ്ടാക്കുക, മതിപ്പുളവാക്കുക എന്നൊക്കെയാണ് അർത്ഥം. ടു ഇംപ്രസ് മതിപ്പുണ്ടാക്കാൻ അല്ലെങ്കിൽ സ്വാധീനിക്കാൻ. സേറ സേറയെ. വിത്ത് ഹെർ ഇംഗ്ലീഷ് അവളുടെ ഇംഗ്ലീഷിലൂടെ അല്ലെങ്കിൽ അവളുടെ ഇംഗ്ലീഷ് ഉപയോഗിച്ച്. അഞ്ജലി wanted to impress Sarah with her English. അഞ്ജലി തൻ്റെ ഇംഗ്ലീഷ് കൊണ്ട് സേറയെ ഇംപ്രസ് ചെയ്യാൻ ആഗ്രഹിച്ചു. അഞ്ജലി went to a wedding reception. there she met her friend's cousin Sarah who grew up in London. അഞ്ജലി wanted to impress Sarah with her English. അഞ്ജലി ഒരു വിവാഹ സൽക്കാരത്തിന് പോയി. അവിടെ വെച്ച് ലണ്ടനിൽ വളർന്ന തൻ്റെ കൂട്ടുകാരിയുടെ കസിൻ സേറയെ അവൾ കണ്ടുമുട്ടി. തൻ്റെ ഇംഗ്ലീഷ് കൊണ്ട് സേറയെ ഇംപ്രസ് ചെയ്യാൻ അഞ്ജലി ആഗ്രഹിച്ചു. സേറ സ്മൈൽഡ് ആൻഡ് സെഡ്, ഹായ്, ഐ എം സേറ, നൈസ് ടു മീറ്റ് യു. അഞ്ജലി stood straight and said, myself അഞ്ജലി, ഐ എം സ്റ്റേയിങ് ഇൻ കൊച്ചി. വാട്ട് ഈസ് യുവർ ഗുഡ് നെയിം? സേറ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹായ്, ഞാൻ സേറ, നിങ്ങളെ കണ്ടതിൽ സന്തോഷം. അഞ്ജലി അല്പം ഗൗരവത്തിൽ പറഞ്ഞു, മൈസെൽഫ് അഞ്ജലി, ഐ എം സ്റ്റേയിങ് ഇൻ കൊച്ചി. വാട്ട് ഈസ് യുവർ ഗുഡ് നെയിം? നിങ്ങളുടെ ഗുഡ് നെയിം എന്താണ്? സേറ സ്മൈൽഡ് ആൻഡ് സെഡ്. സ്മൈൽഡ് ചിരിച്ചു. സെഡ് പറഞ്ഞു. സേറ സ്മൈൽഡ് ആൻഡ് സെഡ്. സേറ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഹായ്, ഐ എം സേറ, നൈസ് ടു മീറ്റ് യു. ഹായ്, ഐ എം സേറ. ഹായ്, ഞാൻ സേറ. നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു എന്ന് വെച്ചാൽ നിങ്ങളെ കണ്ടതിൽ സന്തോഷം. സേറ സ്മൈൽഡ് ആൻഡ് സെഡ്, ഹായ്, ഐ എം സേറ, നൈസ് ടു മീറ്റ് യു. സേറ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹായ്, ഞാൻ സേറ, നിങ്ങളെ കണ്ടതിൽ സന്തോഷം. അഞ്ജലി stood straight and said. stood straight അതായത് നേരെ നിവർന്നു നിന്നു. ഒരു വ്യക്തി കൂനിക്കൂടാതെ നട്ടെല്ല് നിവർത്തി ആത്മവിശ്വാസത്തോടെ നിൽക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹീ stood straight to salute.
അദ്ദേഹം സല്യൂട്ട് ചെയ്യാനായി നേരെ നിവർന്നു നിന്നു. ദ ടീച്ചർ ടോൾഡ് ദ സ്റ്റുഡൻസ് ടു സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. നേരെ നിവർന്നു നിൽക്കാൻ അധ്യാപകൻ വിദ്യാർത്ഥികളോട് പറഞ്ഞു. സ്റ്റാൻഡ് സ്ട്രെയിറ്റ്, നിവർന്നു നിൽക്കുക. ഇതിൻ്റെ പാസ്റ്റാണ് സ്റ്റുഡ് സ്ട്രെയിറ്റ്, നിവർന്നു നിന്നു. ഇവിടെ അഞ്ജലി സ്റ്റുഡ് സ്ട്രെയിറ്റ്, അഞ്ജലി നേരെ നിവർന്നു നിന്നു. ആൻഡ് സെഡ്, പറഞ്ഞു. അഞ്ജലി സ്റ്റുഡ് സ്ട്രെയിറ്റ് ആൻഡ് സെഡ്, അഞ്ജലി നേരെ നിവർന്നു നിന്നുകൊണ്ട് പറഞ്ഞു. അഞ്ജലി പറഞ്ഞ ഈ വാചകങ്ങളിൽ ചില വ്യാകരണ തെറ്റുകളുണ്ട്. ഇന്ത്യൻ ഇംഗ്ലീഷിൽ സാധാരണയായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ അർത്ഥവും ശരിയായ രീതിയും നമുക്ക് നോക്കാം. ആദ്യം തന്നെ അഞ്ജലി പറയുന്നത് മൈസെൽഫ് അഞ്ജലി, എൻ്റെ പേര് അഞ്ജലി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷിൽ ഒരാൾ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ മൈസെൽഫ് എന്ന് പറയുന്നത് വ്യാകരണപരമായി തെറ്റാണ്. ഐ ആം അഞ്ജലി എന്നോ അല്ലെങ്കിൽ മൈ നെയിം ഈസ് അഞ്ജലി എന്നോ ആണ് പറയേണ്ടത്. അടുത്തതായി അഞ്ജലി പറഞ്ഞത് ഐ ആം സ്റ്റേയിങ് ഇൻ കൊച്ചി, ഞാൻ കൊച്ചിയിൽ താമസിക്കുന്നു. നമ്മൾ താൽക്കാലികമായി ഒരിടത്ത് താമസിക്കുന്നതിനെയാണ് സാധാരണ സ്റ്റേയിങ് എന്ന് പറയുന്നത്. അവിടെ സ്ഥിരതാമസമാണെങ്കിൽ ഐ ലിവ് ഇൻ കൊച്ചി എന്നാണ് പറയേണ്ടത്. ഇനി അതിൻ്റെ കൂടെ തന്നെ അഞ്ജലി ചോദിക്കുന്നുണ്ട് വാട്ട് ഈസ് യുവർ ഗുഡ് നെയിം, താങ്കളുടെ നല്ല പേര് അല്ലെങ്കിൽ ശുഭനാമം എന്താണ്. ഇത് ശുഭ് നാം എന്ന ഹിന്ദി പ്രയോഗത്തിൽ നിന്ന് വന്നതാണ്. ഇംഗ്ലീഷുകാർ സാധാരണ ഇങ്ങനെ ചോദിക്കാറില്ല. അവർക്ക് ഗുഡ് നെയിം എന്നതിനേക്കാളും വാട്ട് ഈസ് യുവർ നെയിം അല്ലെങ്കിൽ കുറച്ചുകൂടെ മര്യാദയോടെ മേ ഐ നോ യുവർ നെയിം എന്ന് ചോദിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അഞ്ജലി പറഞ്ഞ കാര്യം കുറച്ചുകൂടി കൃത്യമായ ഇംഗ്ലീഷിൽ എങ്ങനെ പറയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഐ എം അഞ്ജലി, ഐ ലിവ് ഇൻ കൊച്ചി, മേ ഐ നോ യുവർ നെയിം. ഞാൻ അഞ്ജലി, കൊച്ചിയിൽ താമസിക്കുന്നു. നിങ്ങളുടെ പേരെന്താണ്? സേറ ലുക്ഡ് എ ബിറ്റ് കൺഫ്യൂസ്ഡ്. ഷീ സ്മൈൽഡ് ആൻഡ് സെഡ്. സേറ അല്പം ആശയക്കുഴപ്പത്തിലായതായി തോന്നി. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സേറ ലുക്ഡ് എ ബിറ്റ് കൺഫ്യൂസ്ഡ്. ലുക്ഡ് കാണപ്പെട്ടു അല്ലെങ്കിൽ തോന്നി. എ ബിറ്റ് അല്പം അല്ലെങ്കിൽ കുറച്ച്. കൺഫ്യൂസ്ഡ് ആശയക്കുഴപ്പത്തിലായ അല്ലെങ്കിൽ വ്യക്തതയില്ലാത്ത. സേറ ലുക്ഡ് എ ബിറ്റ് കൺഫ്യൂസ്ഡ്. സേറയ്ക്ക് അല്പം ആശയക്കുഴപ്പമുള്ളതായി തോന്നി അല്ലെങ്കിൽ അവൾ അല്പം പരിഭ്രമിച്ചതായി കാണപ്പെട്ടു. ഷീ സ്മൈൽഡ് ആൻഡ് സെഡ്. സ്മൈൽഡ് ചിരിച്ചു അല്ലെങ്കിൽ പുഞ്ചിരിച്ചു. ഷീ സ്മൈൽഡ് അവൾ പുഞ്ചിരിച്ചു. സെഡ് പറഞ്ഞു. ഷീ സ്മൈൽഡ് ആൻഡ് സെഡ് അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സേറ ലുക്ഡ് എ ബിറ്റ് കൺഫ്യൂസ്ഡ്. ഷീ സ്മൈൽഡ് ആൻഡ് സെഡ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സേറയ്ക്ക് കാര്യം അത്ര പിടികിട്ടിയില്ലെന്ന് തോന്നി. അവളൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് അഞ്ജലി. ഐ ഹാവ് ഹേർഡ് കൊച്ചി ഈസ് നോൺ ആസ് ദ ക്വീൻ ഓഫ് ദി അറേബ്യൻ സീ. ഐ എം ഫ്രം ലണ്ടൻ ബട്ട് ഐ എം ഹിയർ ഓൺ എ ഷോർട്ട് വെക്കേഷൻ. അത് വളരെ മനോഹരമായൊരു സ്ഥലമാണ് അഞ്ജലി. കൊച്ചി അറബിക്കടലിൻ്റെ റാണി എന്നാണ് അറിയപ്പെടുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ലണ്ടനിൽ നിന്നാണ്, പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ അവധിക്കാലം ആഘോഷിക്കാൻ ഇവിടെ വന്നതാണ്. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് അഞ്ജലി. ബ്യൂട്ടിഫുൾ മനോഹരമായ, പ്ലേസ് സ്ഥലം. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് അഞ്ജലി. അതൊരു മനോഹരമായ സ്ഥലമാണ് അഞ്ജലി. ഐ ഹാവ് ഹേർഡ് കൊച്ചി ഈസ് നോൺ ആസ് ദ ക്വീൻ ഓഫ് ദി അറേബ്യൻ സീ. ഐ ഹാവ് ഹേർഡ് എന്ന് വെച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ആ കഥ കേട്ടിട്ടുണ്ട്. എങ്ങനെ പറയാം? ഐ ഹാവ് ഹേർഡ് ദാറ്റ് സ്റ്റോറി. ഇനി ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് പറയേണ്ടതെങ്കിൽ ഐ ഹവ് സീൻ ദാറ്റ് മൂവി. അപ്പോൾ ഇവിടെ സേറ എന്താ കേട്ടിട്ടുള്ളത്? കൊച്ചി ഈസ് നോൺ ആസ് ദ ക്വീൻ ഓഫ് ദി അറേബ്യൻ സീ. കൊച്ചി ഈസ് നോൺ ആസ് എന്നറിയപ്പെടുന്നു. ക്വീൻ റാണി, അറേബ്യൻ സീ അറബിക്കടൽ. ക്വീൻ ഓഫ് ദി അറേബ്യൻ സീ അറബിക്കടലിൻ്റെ റാണി. കൊച്ചി ഈസ് നോൺ ആസ് ദ ക്വീൻ ഓഫ് ദി അറേബ്യൻ സീ. കൊച്ചി അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നു. ഐ ഹവ് ഹേർഡ് കൊച്ചി ഈസ് നോൺ ആസ് ദ ക്വീൻ ഓഫ് ദി അറേബ്യൻ സീ. കൊച്ചി അറബിക്കടലിൻ്റെ റാണി എന്നാണ് അറിയപ്പെടുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഐ എം ഫ്രം ലണ്ടൻ. ഞാൻ ലണ്ടനിൽ നിന്നാണ്. ബട്ട് പക്ഷേ ഐ എം ഹിയർ ഓൺ എ ഷോർട്ട് വെക്കേഷൻ. ഷോർട്ട് വെക്കേഷൻ എന്ന് വെച്ചാൽ ചെറിയ അവധിക്കാലം. ഐ എം ഹിയർ ഓൺ എ ഷോർട്ട് വെക്കേഷൻ. ഞാനിവിടെ ഒരു ചെറിയ അവധിക്കാലം ആഘോഷിക്കാൻ വന്നതാണ്. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് അഞ്ജലി. ഐ ഹാവ് ഹേർഡ് കൊച്ചി ഈസ് നോൺ ആസ് ദ ക്വീൻ ഓഫ് ദി അറേബ്യൻ സീ. ഐ എം ഫ്രം ലണ്ടൻ ബട്ട് ഐ എം ഹിയർ ഓൺ എ ഷോർട്ട് വെക്കേഷൻ. അത് വളരെ മനോഹരമായൊരു സ്ഥലമാണ് അഞ്ജലി. കൊച്ചി അറബിക്കടലിൻ്റെ റാണി എന്നാണ് അറിയപ്പെടുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ലണ്ടനിൽ നിന്നാണ്, പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ അവധിക്കാലം ആഘോഷിക്കാൻ ഇവിടെ വന്നതാണ്. അപ്പോൾ അഞ്ജലി പറയുകയാണ്, അതെ അങ്ങനെ തന്നെ, നീ തീർച്ചയായും ഫോർട്ട് കൊച്ചി സന്ദർശിക്കണം. അവിടെ ഒരു ബോട്ട് യാത്രയും നടത്തണം.
നീ ഇതുവരെ കേരള വിഭവങ്ങൾ വല്ലതും കഴിച്ചു നോക്കിയോ? ഇതെങ്ങനെയാ പറയേണ്ടത്? യെസ് ഇറ്റ് ഈസ്. അതെ, അങ്ങനെ തന്നെ. അതായത് സേറ നേരത്തെ പറഞ്ഞല്ലോ കൊച്ചി അറബിക്കടലിൻ്റെ റാണിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ അഞ്ജലി പറയാണ് അതെ അങ്ങനെ തന്നെ, യെസ് ഇറ്റ് ഈസ്. അതിൻ്റെ കൂടെ തന്നെ പറയാണ് നീ തീർച്ചയായും ഫോർട്ട് കൊച്ചി സന്ദർശിക്കണം. അവിടെ ഒരു ബോട്ട് യാത്രയും നടത്തണം. യു മസ്റ്റ് വിസിറ്റ് ഫോർട്ട് കൊച്ചി ആൻഡ് ടേക്ക് എ ബോട്ട് റൈഡ്. യു മസ്റ്റ് വിസിറ്റ് മസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത് നിർബന്ധമായും അല്ലെങ്കിൽ തീർച്ചയായും ചെയ്യേണ്ടതാണെന്നുള്ള അർത്ഥത്തിലാണ്. യു മസ്റ്റ് വിസിറ്റ് ഫോർട്ട് കൊച്ചി, നീ തീർച്ചയായും ഫോർട്ട് കൊച്ചി സന്ദർശിക്കണം. ആൻഡ് ടേക്ക് എ ബോട്ട് റൈഡ്. ഇവിടെ ടേക്ക് എന്നുള്ള വാക്ക് നടത്തുക അല്ലെങ്കിൽ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബോട്ട് റൈഡ്, റൈഡ് എന്ന് പറഞ്ഞാൽ യാത്ര അല്ലെങ്കിൽ സവാരി. ടേക്ക് എ ബോട്ട് റൈഡ്, ഒരു ബോട്ട് റൈഡ് നടത്തുക അല്ലെങ്കിൽ ഒരു ബോട്ട് യാത്ര നടത്തുക. യു മസ്റ്റ് വിസിറ്റ് ഫോർട്ട് കൊച്ചി ആൻഡ് ടേക്ക് എ ബോട്ട് റൈഡ്. നീ ഫോർട്ട് കൊച്ചി സന്ദർശിക്കണം, അവിടെ ഒരു ബോട്ട് യാത്രയും നടത്തണം. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്, നീ ഇതുവരെ കേരള വിഭവങ്ങൾ വല്ലതും കഴിച്ചു നോക്കിയോ? ഹാവ് യു ട്രൈഡ് എനി കേരള ഡിഷസ് യെറ്റ്? ട്രൈ എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക, നോക്കുക, ഇതൊക്കെയാണ് അർത്ഥം നമുക്കറിയാം. ഇവിടെ ട്രൈഡ് എന്നുള്ള വാക്കിന് നോക്കിയോ അല്ലെങ്കിൽ പരീക്ഷിച്ചോ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഹാവ് യു ട്രൈഡ്, നീ ശ്രമിച്ചു നോക്കിയോ അല്ലെങ്കിൽ നീ കഴിച്ചു നോക്കിയോ? ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഹാവ് യു ട്രൈഡ് എന്ന് ചോദിക്കുമ്പോൾ നീ കഴിച്ചു നോക്കിയോ എന്നാണ് അർത്ഥം. എനി കേരള ഡിഷസ്, ഡിഷ് എന്ന് പറഞ്ഞാൽ വിഭവം, ഡിഷസ് വിഭവങ്ങൾ. എനി കേരള ഡിഷസ്, ഏതെങ്കിലും കേരള വിഭവങ്ങൾ. യെറ്റ് ഇതുവരെ എന്നാണ് അർത്ഥം. ഹാവ് യു ട്രൈഡ് എനി കേരള ഡിഷസ് യെറ്റ്? നീ ഇതുവരെ ഏതെങ്കിലും കേരള വിഭവങ്ങൾ കഴിച്ചു നോക്കിയോ? യെസ് ഇറ്റ് ഈസ്. യു മസ്റ്റ് വിസിറ്റ് ഫോർട്ട് കൊച്ചി ആൻഡ് ടേക്ക് എ ബോട്ട് റൈഡ്. ഹാവ് യു ട്രൈഡ് എനി കേരള ഡിഷസ് യെറ്റ്? അതെ അങ്ങനെ തന്നെ, നീ തീർച്ചയായും ഫോർട്ട് കൊച്ചി സന്ദർശിക്കണം, അവിടെ ഒരു ബോട്ട് യാത്രയും നടത്തണം. നീ ഇതുവരെ കേരള വിഭവങ്ങൾ എന്തെങ്കിലും കഴിച്ചു നോക്കിയോ? അപ്പോൾ സേറ പറയുകയാണ് നോട്ട് യെറ്റ്, ബട്ട് ഐ റിയലി വോണ്ട് ടു ട്രൈ സദ്യ. ഈസ് ഇറ്റ് വെരി സ്പൈസി? ഇതുവരെ ഇല്ല, പക്ഷേ എനിക്ക് സദ്യ കഴിച്ചു നോക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതിന് നല്ല എരിവുണ്ടാകുമോ? നോട്ട് യെറ്റ്, യെറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതുവരെ. നോട്ട് യെറ്റ് ഇതുവരെ ഇല്ല. ബട്ട് പക്ഷേ. ഐ റിയലി വോണ്ട് ടു ട്രൈ സദ്യ. വോണ്ട് ആഗ്രഹം, റിയലി വോണ്ട് ശരിക്കും ആഗ്രഹമുണ്ട്. ടു ട്രൈ ട്രൈ ചെയ്യാൻ. ഇവിടെ ഭക്ഷണത്തിൻ്റെ കാര്യമായതുകൊണ്ട് കഴിച്ചു നോക്കാൻ. സദ്യ. നോട്ട് യെറ്റ് ബട്ട് ഐ റിയലി വോണ്ട് ടു ട്രൈ സദ്യ. ഇതുവരെ ഇല്ല, പക്ഷേ എനിക്ക് സദ്യ കഴിച്ചു നോക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഈസ് ഇറ്റ് വെരി സ്പൈസി? ഈസ് ഇറ്റ് ആണോ? സ്പൈസി എന്ന് വെച്ചാൽ എരിവുള്ള. ഈസ് ഇറ്റ് വെരി സ്പൈസി? അതിന് നല്ല എരിവുണ്ടാകുമോ അല്ലെങ്കിൽ അതിന് നല്ല എരിവാണോ? നോട്ട് യെറ്റ് ബട്ട് ഐ റിയലി വോണ്ട് ടു ട്രൈ സദ്യ. ഈസ് ഇറ്റ് വെരി സ്പൈസി? ഇതുവരെ ഇല്ല, പക്ഷേ എനിക്ക് സദ്യ കഴിച്ചു നോക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതിന് നല്ല എരിവുണ്ടാകുമോ? ഇതിന് മറുപടിയായിട്ട് അഞ്ജലി പറയുകയാണ്, സാധാരണയായി സദ്യയ്ക്ക് അമിതമായ എരിവുണ്ടാകാറില്ല സേറ. വാഴയിലയിൽ വിളമ്പുന്ന ഈ വിഭവസമൃദ്ധമായ സദ്യയിൽ പലതരം കറികളും മധുരമുള്ള പായസവുമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നാളെ ഉച്ചഭക്ഷണത്തിന് സേറയെ അഞ്ജലി ക്ഷണിക്കുകയും കൂടെ ചെയ്യുകയാണ്. നാളെ ഉച്ചഭക്ഷണത്തിന് എൻ്റെ കൂടെ വരാമോ? ഇതൊക്കെ എങ്ങനെ പറയാം? സദ്യ ഈസ് നോട്ട് യൂഷ്വലി വെരി സ്പൈസി സേറ. ഇറ്റ് ഈസ് എ ഗ്രാൻഡ് മീൽ സെർവ്ഡ് ഓൺ എ ബനാന ലീഫ് വിത്ത് മെനി വെറൈറ്റീസ് ഓഫ് കറീസ് ആൻഡ് സ്വീറ്റ് പായസം. വുഡ് യു ലൈക്ക് ടു ജോയിൻ മീ ഫോർ ലഞ്ച് ടുമോറോ? സദ്യ ഈസ് നോട്ട് യൂഷ്വലി വെരി സ്പൈസി. യൂഷ്വലി എന്ന് പറഞ്ഞാൽ സാധാരണയായി. അപ്പോൾ നോട്ട് യൂഷ്വലി എന്ന് വെച്ചാൽ സാധാരണയായി ഉണ്ടാകാറില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോട്ട് യൂഷ്വലി ലേറ്റ്, സാധാരണയായി വൈകാറില്ല. ഇവിടെ പറയുന്നത് നോട്ട് യൂഷ്വലി വെരി സ്പൈസി. സ്പൈസി എന്ന് വെച്ചാൽ എരിവുള്ള, വെരി സ്പൈസി നല്ല എരിവ് അല്ലെങ്കിൽ ഒത്തിരി എരിവ്. നോട്ട് യൂഷ്വലി വെരി സ്പൈസി, സാധാരണയായി ഒത്തിരി എരിവ് ഉണ്ടാകാറില്ല. സദ്യ ഈസ് നോട്ട് യൂഷ്വലി വെരി സ്പൈസി, സാധാരണയായി സദ്യയ്ക്ക് അമിതമായ എരിവ് ഉണ്ടാകാറില്ല. ഇറ്റ്സ് എ ഗ്രാൻഡ് മീൽ സെർവ്ഡ് ഓൺ എ ബനാന ലീഫ് വിത്ത് മെനി വെറൈറ്റീസ് ഓഫ് കറീസ് ആൻഡ് സ്വീറ്റ് പായസം. ഇറ്റ്സ് എ ഗ്രാൻഡ് മീൽ. ഗ്രാൻഡ് മീൽ എന്ന് വെച്ചാൽ വിഭവസമൃദ്ധമായ സദ്യ. ഇറ്റ്സ് എ ഗ്രാൻഡ് മീൽ, ഇതൊരു വിഭവസമൃദ്ധമായ സദ്യയാണ് അല്ലെങ്കിൽ വലിയ സദ്യയാണ്. സെർവ്ഡ് ഓൺ എ ബനാന ലീഫ്. സെർവ് എന്ന് വെച്ചാൽ വിളമ്പുക,
ബനാന ലീഫ് വാഴയില. സെർവ്ഡ് ഓൺ എ ബനാന ലീഫ്. വാഴയിലയിൽ വിളമ്പുന്നു. വിത്ത് മെനി വെറൈറ്റീസ് ഓഫ് കറീസ് ആൻഡ് സ്വീറ്റ് പായസം. വെറൈറ്റീസ് പലതരം അല്ലെങ്കിൽ വൈവിധ്യങ്ങൾ. വിത്ത് വെറൈറ്റീസ് ഓഫ് കറീസ് പലതരം കറികളും ആൻഡ് സ്വീറ്റ് പായസം മധുരമുള്ള പായസവും. ഇറ്റ്സ് എ ഗ്രാൻഡ് മീൽ സെർവ്ഡ് ഓൺ എ ബനാന ലീഫ് വിത്ത് മെനി വെറൈറ്റീസ് ഓഫ് കറീസ് ആൻഡ് സ്വീറ്റ് പായസം. വാഴയിലയിൽ വിളമ്പുന്ന ഈ വിഭവസമൃദ്ധമായ സദ്യയിൽ പലതരം കറികളും മധുരമുള്ള പായസവുമുണ്ട്. അല്ലെങ്കിൽ വാഴയിലയിൽ പലതരം കറികളും മധുരമുള്ള പായസവും ചേർത്ത് വിളമ്പുന്ന വിഭവസമൃദ്ധമായ സദ്യയാണിത്. അതിൻ്റെ കൂടെ തന്നെ അഞ്ജലി ചോദിക്കുന്നുണ്ട്, വുഡ് യു ലൈക്ക് ടു ജോയിൻ മീ ഫോർ ലഞ്ച് ടുമോറോ? വുഡ് യു ലൈക്ക് എന്ന് വെച്ചാൽ നിനക്ക് താല്പര്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമാണോ, ഇതാണ് അർത്ഥം. വുഡ് യു ലൈക്ക് ടു കം, നിനക്ക് വരാൻ താല്പര്യമുണ്ടോ? ഇവിടെ ചോദിച്ചിട്ടുള്ളത് വുഡ് യു ലൈക്ക് ടു ജോയിൻ മീ. ജോയിൻ എന്ന് വെച്ചാൽ കൂടെ വരിക അല്ലെങ്കിൽ പങ്കുചേരുക എന്നൊക്കെയാണ് അർത്ഥം. വുഡ് യു ലൈക്ക് ടു ജോയിൻ മീ, എന്നോടൊപ്പം പങ്കുചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഫോർ ലഞ്ച്, ഉച്ചഭക്ഷണത്തിന്. ടുമോറോ, നാളെ. വുഡ് യു ലൈക്ക് ടു ജോയിൻ മീ ഫോർ ലഞ്ച് ടുമോറോ? നാളെ ഉച്ചഭക്ഷണത്തിന് എൻ്റെ കൂടെ വരാമോ? സദ്യ ഈസ് നോട്ട് യൂഷ്വലി വെരി സ്പൈസി സേറ. ഇറ്റ്സ് എ ഗ്രാൻഡ് മീൽ സെർവ്ഡ് ഓൺ എ ബനാന ലീഫ് വിത്ത് മെനി വെറൈറ്റീസ് ഓഫ് കറീസ് ആൻഡ് സ്വീറ്റ് പായസം. വുഡ് യു ലൈക്ക് ടു ജോയിൻ മീ ഫോർ ലഞ്ച് ടുമോറോ? സാധാരണയായി സദ്യയ്ക്ക് അമിതമായ എരിവുണ്ടാകാറില്ല സേറ. വാഴയിലയിൽ വിളമ്പുന്ന ഈ വിഭവസമൃദ്ധമായ സദ്യയിൽ പലതരം കറികളും മധുരമുള്ള പായസവുമുണ്ട്. നാളെ ഉച്ചഭക്ഷണത്തിന് എൻ്റെ കൂടെ വരാമോ? ഇത് കേട്ട് സേറ പറയുകയാണ്, ദാറ്റ് സൗണ്ട്സ് അമേസിങ്. ഐഡ് ലവ് ടു. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ അഞ്ജലി. അത് കേട്ടിട്ട് വളരെ നന്നായിട്ടുണ്ടല്ലോ. എനിക്ക് വരാൻ വലിയ താല്പര്യമുണ്ട്. എന്നെ ക്ഷണിച്ചതിന് നന്ദി അഞ്ജലി. ദാറ്റ് സൗണ്ട്സ് അമേസിങ്. അതായത് ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് എന്തെങ്കിലും ഒരു പ്ലാൻ പറയുമ്പോൾ അത് നന്നായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, അത് കൊള്ളാമല്ലോ, അല്ലെങ്കിൽ അത് കേൾക്കാൻ നല്ല രസമുണ്ട്, അല്ലെങ്കിൽ അത് കേട്ടിട്ട് വളരെ നന്നായിട്ടുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് സൗണ്ട്സ് അമേസിങ്. അത് കേട്ടിട്ട് വളരെ നന്നായിട്ടുണ്ടല്ലോ. ദാറ്റ് സൗണ്ട്സ് അമേസിങ്. ഐഡ് ലവ് ടു. ഐഡ് ലവ് ടു എന്ന് വെച്ചാൽ എനിക്ക് വളരെ ഇഷ്ടമാണ് അല്ലെങ്കിൽ താല്പര്യമാണ്. ഇവിടെ എനിക്ക് വരാൻ വലിയ താല്പര്യമുണ്ട്. ഐഡ് ലവ് ടു. അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. ഇൻവൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുക. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ, എന്നെ ക്ഷണിച്ചതിന് നന്ദി. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ അഞ്ജലി. അഞ്ജലി, എന്നെ ക്ഷണിച്ചതിന് നന്ദി. ദാറ്റ് സൗണ്ട്സ് അമേസിങ്. ഐ വുഡ് ലവ് ടു. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ അഞ്ജലി. അത് കേട്ടിട്ട് വളരെ നന്നായിട്ടുണ്ടല്ലോ. എനിക്ക് വരാൻ വലിയ താല്പര്യമുണ്ട്. എന്നെ ക്ഷണിച്ചതിന് നന്ദി അഞ്ജലി. ദ നെക്സ്റ്റ് ആഫ്റ്റർനൂൺ ദ ടു ഫ്രണ്ട്സ് സാറ്റ് ഡൗൺ ഫോർ ദ സദ്യ. അഞ്ജലി വാസ് നെർവസ്, നോട്ട് അബൌട്ട് ദ കുക്കിംഗ് ബട്ട് about her English. She wanted to be a good host to her friend's cousin from London. അടുത്ത ദിവസം ഉച്ചയ്ക്ക് ആ രണ്ട് സുഹൃത്തുക്കളും സദ്യ കഴിക്കാനായി ഇരുന്നു. അഞ്ജലിക്ക് ചെറിയൊരു പരിഭ്രമമുണ്ടായിരുന്നു. അത് പാചകത്തെക്കുറിച്ച് ഓർത്തായിരുന്നില്ല, മറിച്ച് തൻ്റെ ഇംഗ്ലീഷിനെക്കുറിച്ച് ഓർത്തായിരുന്നു. ലണ്ടനിൽ നിന്നുള്ള തൻ്റെ സുഹൃത്തിൻ്റെ കസിനോട് നല്ലൊരു ഹോസ്റ്റ് ആവാൻ അല്ലെങ്കിൽ ആതിഥേയയാകാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. ദ നെക്സ്റ്റ് ആഫ്റ്റർനൂൺ, അടുത്ത ദിവസം ഉച്ചയ്ക്ക്, ദ ടു ഫ്രണ്ട്സ് രണ്ട് സുഹൃത്തുക്കൾ, സാറ്റ് ഡൗൺ. സിറ്റ് ഡൗൺ എന്ന് വെച്ചാൽ ഇരിക്കുക. പ്ലീസ് സിറ്റ് ഡൗൺ, ദയവായി ഇരിക്കുക. അപ്പോൾ സാറ്റ് ഡൗൺ എന്ന് വെച്ചാൽ ഇരുന്നു. ദ ടു ഫ്രണ്ട്സ് സാറ്റ് ഡൗൺ, രണ്ട് സുഹൃത്തുക്കൾ ഇരുന്നു. ഫോർ ദ സദ്യ, സദ്യയ്ക്കായി അല്ലെങ്കിൽ സദ്യ കഴിക്കാൻ. അഞ്ജലി വാസ് നെർവസ്. നെർവസ് എന്ന് വെച്ചാൽ പരിഭ്രമം, വെപ്രാളം, ഇതൊക്കെയാണ് അർത്ഥം. അഞ്ജലി വാസ് നെർവസ്, അഞ്ജലിക്ക് പരിഭ്രമമുണ്ടായിരുന്നു. നോട്ട് അബൌട്ട് ദ കുക്കിംഗ്, അബൌട്ട് എന്ന് വെച്ചാൽ കുറിച്ച്. നോട്ട് അബൌട്ട് ദ കുക്കിംഗ്, കുക്കിങ്ങിനെ കുറിച്ചല്ല അല്ലെങ്കിൽ പാചകത്തെക്കുറിച്ചല്ല. ബട്ട് അബൌട്ട് ഹെർ ഇംഗ്ലീഷ്, മറിച്ച് അവളുടെ ഇംഗ്ലീഷിനെ കുറിച്ചായിരുന്നു. അഞ്ജലി വാസ് നെർവസ്, നോട്ട് അബൌട്ട് ദ കുക്കിംഗ് ബട്ട് അബൌട്ട് ഹെർ ഇംഗ്ലീഷ്. അഞ്ജലിക്ക് പരിഭ്രമമുണ്ടായിരുന്നു, അത് പാചകത്തെക്കുറിച്ച് ഓർത്തായിരുന്നില്ല, മറിച്ച് തൻ്റെ ഇംഗ്ലീഷിനെ കുറിച്ച് ഓർത്തായിരുന്നു. ഷീ വാണ്ടഡ് ടു ബി എ ഗുഡ് ഹോസ്റ്റ് ടു ഹെർ ഫ്രണ്ട്സ് കസിൻ ഫ്രം ലണ്ടൻ. വാണ്ടഡ് ആഗ്രഹിച്ചിരുന്നു. ഷീ വാണ്ടഡ് അവൾ ആഗ്രഹിച്ചിരുന്നു. ടു ബി എ ഗുഡ് ഹോസ്റ്റ്, ഹോസ്റ്റ് എന്ന് വെച്ചാൽ ആതിഥേയ അല്ലെങ്കിൽ ആതിഥേയൻ, ഇതൊക്കെയാണ് അർത്ഥം.
ഷീ വാണ്ടഡ് ടു ബി എ ഗുഡ് ഹോസ്റ്റ്. അവളൊരു നല്ല ഹോസ്റ്റ് ആവാൻ അല്ലെങ്കിൽ നല്ല ആതിഥേയയാവാൻ ആഗ്രഹിച്ചിരുന്നു. ആരോടാണ്? ടു ഹെർ ഫ്രണ്ട്സ് കസിൻ ഫ്രം ലണ്ടൻ. ലണ്ടനിൽ നിന്നുള്ള തൻ്റെ സുഹൃത്തിൻ്റെ കസിനോട്. ഷീ വാണ്ടഡ് ടു ബി എ ഗുഡ് ഹോസ്റ്റ് ടു ഹെർ ഫ്രണ്ട്സ് കസിൻ ഫ്രം ലണ്ടൻ. ലണ്ടനിൽ നിന്നുള്ള തൻ്റെ സുഹൃത്തിൻ്റെ കസിനോട് നല്ലൊരു ഹോസ്റ്റ് ആവാൻ അല്ലെങ്കിൽ ആതിഥേയയാകാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. ദ നെക്സ്റ്റ് ആഫ്റ്റർനൂൺ ദ ടു ഫ്രണ്ട്സ് സാറ്റ് ഡൗൺ ഫോർ ദ സദ്യ. അഞ്ജലി വാസ് നെർവസ്, നോട്ട് അബൌട്ട് ദ കുക്കിംഗ് ബട്ട് അബൌട്ട് ഹെർ ഇംഗ്ലീഷ്. ഷീ വാണ്ടഡ് ടു ബി എ ഗുഡ് ഹോസ്റ്റ് ടു ഹെർ ഫ്രണ്ട്സ് കസിൻ ഫ്രം ലണ്ടൻ. അടുത്ത ദിവസം ഉച്ചയ്ക്ക് ആ രണ്ട് സുഹൃത്തുക്കളും സദ്യ കഴിക്കാനായി ഇരുന്നു. അഞ്ജലിക്ക് ചെറിയൊരു പരിഭ്രമം ഉണ്ടായിരുന്നു. അത് പാചകത്തെക്കുറിച്ച് ഓർത്തായിരുന്നില്ല, മറിച്ച് തൻ്റെ ഇംഗ്ലീഷിനെക്കുറിച്ച് ഓർത്തായിരുന്നു. ലണ്ടനിൽ നിന്നുള്ള തൻ്റെ സുഹൃത്തിൻ്റെ കസിനോട് നല്ലൊരു ആതിഥേയയാകാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. ആസ് ഷീ സെർവ്ഡ് ദ റൈസ്, അഞ്ജലി പോയിൻറ്റഡ് ടു ദ ഡിഫറെൻറ്റ് കറീസ്. സേറ, ദിസ് ഡിഷ് പേര് ഈസ് അവിയൽ. ഷീ സെഡ് സ്ലോലി. ഇറ്റ് ഉണ്ട്. നോ, ഇറ്റ് ഹാസ് മെനി വെജിറ്റബിൾസ്. ചോറ് വിളമ്പുന്നതിനിടെ അഞ്ജലി ഓരോ കറികളും ചൂണ്ടിക്കാണിച്ചു. സേറ, ഈ വിഭവം, ഇതിൻ്റെ പേര് അവിയൽ എന്നാണ്. അവൾ പതുക്കെ പറഞ്ഞു. ഇതിൽ ഒരുപാട് പച്ചക്കറികളുണ്ട് എന്നും അവൾ പറഞ്ഞു. കുറച്ച് ബുദ്ധിമുട്ടിയാണ് ഇതൊക്കെ അഞ്ജലി പറയുന്നത്. ആസ് ഷീ സെർവ്ഡ് ദ റൈസ്. സെർവ് എന്ന് വെച്ചാൽ വിളമ്പുക. ആസ് ഷീ സെർവ്ഡ് ദ റൈസ്. അവൾ ചോറ് വിളമ്പുന്നതിനിടെ. അഞ്ജലി പോയിൻറ്റഡ് ടു ദ ഡിഫറെൻറ്റ് കറീസ്. പോയിൻറ്റഡ് ടു ചൂണ്ടിക്കാണിച്ചു എന്നാണ് അർത്ഥം. ഡിഫറെൻറ്റ് കറീസ് ഓരോ കറികളും അല്ലെങ്കിൽ വിവിധ ഇനം കറികൾ. അഞ്ജലി പോയിൻറ്റഡ് ടു ദ ഡിഫറെൻറ്റ് കറീസ്. അഞ്ജലി ഓരോ കറികളും ചൂണ്ടിക്കാണിച്ചു. സേറ, ദിസ് ഡിഷ്. ദിസ് ഈ ഡിഷ് വിഭവം. സേറ, ദിസ് ഡിഷ്. സേറ, ഈ വിഭവം. അതിൻ്റെ പേരെന്താണെന്ന് പറയാൻ വേണ്ടി അഞ്ജലി ശ്രമിക്കുകയാണ്. പേര് ഈസ് അവിയൽ. അതിൻ്റെ പേര് അവിയൽ എന്നാണ്. ഷീ സെഡ് സ്ലോലി. സെഡ് പറഞ്ഞു. സ്ലോലി പതുക്കെ. ഷീ സെഡ് സ്ലോലി. അവൾ പതുക്കെ പറഞ്ഞു. ഇറ്റ് ഉണ്ട്. അഞ്ജലി മലയാളത്തിൽ ചിന്തിച്ച് ഇംഗ്ലീഷിലാക്കാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷേ അഞ്ജലി പെട്ടെന്ന് തന്നെ അത് തിരുത്തി പറയുന്നുണ്ട്. ഇറ്റ് ഹാസ് മെനി വെജിറ്റബിൾസ്. ഇതിൽ ഒരുപാട് പച്ചക്കറികളുണ്ട്. അപ്പോൾ അഞ്ജലി പറഞ്ഞ ഈ ഒരു കാര്യം നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് പറയാം. സേറ, ദിസ് ഡിഷ് ഈസ് കോൾഡ് അവിയൽ. ഇറ്റ്സ് മെയ്ഡ് വിത്ത് മെനി ഡിഫറെൻറ്റ് വെജിറ്റബിൾസ്. സേറ, ഈ വിഭവത്തിൻ്റെ പേര് അവിയൽ എന്നാണ്. ഇത് ഒരുപാട് വ്യത്യസ്തമായ പച്ചക്കറികൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദിസ് ഡിഷ്, ഈ വിഭവം, ഈസ് കോൾഡ് എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ എന്നാണ് പേര്. ദിസ് ഡിഷ് ഈസ് കോൾഡ് അവിയൽ. ഈ വിഭവത്തിൻ്റെ പേര് അവിയൽ എന്നാണ്. ഇറ്റ്സ് മെയ്ഡ് വിത്ത്, ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. മെനി ഡിഫറെൻറ്റ് വെജിറ്റബിൾസ്. മെനി ഒരുപാട് അല്ലെങ്കിൽ പല വിധത്തിലുള്ള. ഡിഫറെൻറ്റ് വ്യത്യസ്തമായ. വെജിറ്റബിൾസ് പച്ചക്കറികൾ. ഇറ്റ്സ് മെയ്ഡ് വിത്ത് മെനി ഡിഫറെൻറ്റ് വെജിറ്റബിൾസ്. ഇതൊരുപാട് വ്യത്യസ്തമായ പച്ചക്കറികൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സേറ, ദിസ് ഡിഷ് ഈസ് കോൾഡ് അവിയൽ. ഇറ്റ്സ് മെയ്ഡ് വിത്ത് മെനി ഡിഫറെൻറ്റ് വെജിറ്റബിൾസ്. സേറ, ഈ വിഭവത്തിൻ്റെ പേര് അവിയൽ എന്നാണ്. ഇതൊരുപാട് വ്യത്യസ്തമായ പച്ചക്കറികൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് നേരത്തെ അഞ്ജലി പറഞ്ഞ കാര്യം കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം. ഇനി നേരത്തെ അഞ്ജലി പറയുന്നത് കേട്ട് സേറ എന്താണ് മറുപടി പറയുന്നത് നോക്കാം. സേറ സ്മൈൽഡ് വാംലി. പെർഫെക്റ്റ് അഞ്ജലി. ഇറ്റ് ഹാസ് മെനി വെജിറ്റബിൾസ്. യു ആർ ഡൂയിങ് ഗ്രേറ്റ്. സേറ ഊഷ്മളമായി പുഞ്ചിരിച്ചു. കൊള്ളാം അഞ്ജലി, അതിൽ ധാരാളം പച്ചക്കറികളുണ്ട്. നീ വളരെ നന്നായി ചെയ്യുന്നുണ്ട്. അഞ്ജലി ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നത് കേട്ടിട്ടാണ് സേറ ഇങ്ങനെ പറയുന്നത്. ആദ്യം തന്നെ പറയുന്നത് സേറ സ്മൈൽഡ് വോംലി. വോംലി എന്ന് വെച്ചാൽ ഊഷ്മളമായി. സ്മൈൽഡ് പുഞ്ചിരിച്ചു. സേറ സ്മൈൽഡ് വോംലി. സേറ ഊഷ്മളമായി പുഞ്ചിരിച്ചു. പെർഫെക്റ്റ് എന്ന് വെച്ചാൽ തികച്ചും ശരി അല്ലെങ്കിൽ കൊള്ളാം. ഇറ്റ് ഹാസ് മെനി വെജിറ്റബിൾസ്. മെനി ധാരാളം അല്ലെങ്കിൽ ഒട്ടേറെ. ഇറ്റ് ഹാസ് മെനി വെജിറ്റബിൾസ്. അതിൽ ധാരാളം പച്ചക്കറികളുണ്ട്. അതായത് അവിയലിൽ ധാരാളം പച്ചക്കറികളുണ്ടെന്നാണ് പറയുന്നത്. യു ആർ ഡൂയിങ് ഗ്രേറ്റ്. ഡൂയിങ് ഗ്രേറ്റ് എന്ന് വെച്ചാൽ വളരെ നന്നായി ചെയ്യുന്നു. ഇവിടെ വളരെ നന്നായി സംസാരിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. യു ആർ ഡൂയിങ് ഗ്രേറ്റ്. നീ വളരെ നന്നായി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വളരെ നന്നായി സംസാരിക്കുന്നുണ്ട്. സേറ സ്മൈൽഡ് വോംലി. പെർഫെക്റ്റ് അഞ്ജലി. ഇറ്റ് ഹാസ് മെനി വെജിറ്റബിൾസ്. യു ആർ ഡൂയിങ് ഗ്രേറ്റ്. സേറ ഊഷ്മളമായി പുഞ്ചിരിച്ചു. കൊള്ളാം അഞ്ജലി,
അതിൽ ധാരാളം പച്ചക്കറികളുണ്ട്. നീ വളരെ നന്നായി സംസാരിക്കുന്നുണ്ട്. അഞ്ജലി റീച്ച്ഡ് ഫോർ എ സ്മോൾ ബോൾ. ദിസ് ഈസ് ഇഞ്ചിക്കറി, ഷീ എക്സ്പ്ലെയിൻഡ്. ഇറ്റ് ഈസ് പഞ്ചസാര, നോ സ്വീറ്റ്, ബട്ട് ഓൾസോ ബിറ്റ് എരിവ്. അഞ്ജലി ഒരു ചെറിയ പാത്രത്തിലേക്ക് കൈനീട്ടി. ഇത് ഇഞ്ചിക്കറിയാണ്, അവൾ വിശദീകരിച്ചു. ഇത് പഞ്ചസാര അല്ല, മധുരമുള്ളത്, സ്വീറ്റ്, പക്ഷേ അല്പം എരിവും. അഞ്ജലി റീച്ച്ഡ് ഫോർ എ സ്മോൾ ബോൾ. റീച്ച്ഡ് ഫോർ എന്ന് വെച്ചാൽ കൈ നീട്ടി അല്ലെങ്കിൽ എടുക്കാൻ ശ്രമിച്ചു. സ്മോൾ ബോൾ, ചെറിയ പാത്രം. അഞ്ജലി റീച്ച്ഡ് ഫോർ എ സ്മോൾ ബോൾ. അഞ്ജലി ഒരു ചെറിയ പാത്രത്തിലേക്ക് കൈ നീട്ടി. ദിസ് ഈസ് ഇഞ്ചിക്കറി, ഇത് ഇഞ്ചിക്കറിയാണ്. ഷീ എക്സ്പ്ലെയിൻഡ്. എക്സ്പ്ലെയിൻ എന്ന് വെച്ചാൽ വിശദീകരിക്കുക. ഷീ എക്സ്പ്ലെയിൻഡ്, അവൾ വിശദീകരിച്ചു. ഇറ്റ് ഈസ് പഞ്ചസാര, ഇത് പഞ്ചസാര. അതായത് മലയാളത്തിൽ ചിന്തിച്ച് പറയാൻ നോക്കുകയാണ് അഞ്ജലി. പെട്ടെന്ന് അവൾക്കൊരു വാക്ക് ഓർമ്മ വരികയാണ്. അപ്പോൾ അവൾ പറയുകയാണ് നോ സ്വീറ്റ്. സ്വീറ്റ് എന്ന് വെച്ചാൽ മധുരമുള്ളത്. ഇഞ്ചിക്കറിക്ക് മധുരവും ഒരു എരിവും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ അതിൻ്റെ കൂടെ തന്നെ പറയുകയാണ് ബട്ട് ഓൾസോ ബിറ്റ് എരിവ്. ബിറ്റ് അല്പം, ബട്ട് ഓൾസോ ബിറ്റ് എരിവ്, പക്ഷേ അല്പം എരിവും കൂടി. അഞ്ജലി റീച്ച്ഡ് ഫോർ എ സ്മോൾ ബൗൾ. ദിസ് ഈസ് ഇഞ്ചിക്കറി, ഷീ എക്സ്പ്ലെയിൻഡ്. ഇറ്റ് ഈസ് പഞ്ചസാര, നോ സ്വീറ്റ്, ബട്ട് ഓൾസോ ബിറ്റ് എരിവ്. അഞ്ജലി ഒരു ചെറിയ പാത്രത്തിലേക്ക് കൈ നീട്ടി. ഇത് ഇഞ്ചിക്കറിയാണ്, അവൾ വിശദീകരിച്ചു. ഇത് പഞ്ചസാര അല്ല, മധുരമുള്ളത്, പക്ഷേ അല്പം എരിവും. A bit spicy, Sarah suggested. We call that tangy and zesty when it has ginger and tamarind. Anjali repeated tangy under her breath, tasting the word alongside the food. അഞ്ജലി പറഞ്ഞല്ലോ ബിറ്റ് എരിവ്. അതിന് പകരം എങ്ങനെയാണ് പറയേണ്ടതെന്നാണ് സേറ പറയുന്നത്. A bit spicy, അല്പം എരിവാണോ? സ്പൈസി എന്ന് വെച്ചാൽ എരിവ്. സേറ സജസ്റ്റഡ്. സജസ്റ്റഡ് എന്ന് വെച്ചാൽ നിർദ്ദേശിച്ചു. സേറ സജസ്റ്റഡ്, സേറ നിർദ്ദേശിച്ചു. വി കോൾ ദാറ്റ് ടാങ്ങി ആൻഡ് സസ്റ്റി. ടാങ്ങി എന്ന് വെച്ചാൽ പുളിയും എരിവും കലർന്ന രുചി. സസ്റ്റി എന്ന് പറഞ്ഞാൽ നല്ല ഉന്മേഷം നൽകുന്ന സ്വാദ്. വി കോൾ ദാറ്റ് ടാങ്ങി ആൻഡ് സസ്റ്റി. നമ്മൾ അതിനെ ടാങ്ങി എന്നും സസ്റ്റി എന്നും വിളിക്കുന്നു. എപ്പോഴാണ് അങ്ങനെ വിളിക്കുന്നത്? വെൻ ഇറ്റ് ഹാസ് ജിഞ്ചർ ആൻഡ് ടാമറിൻഡ്. ജിഞ്ചർ ഇഞ്ചി, ടാമറിൻഡ് പുളി. വെൻ ഇറ്റ് ഹാസ് ജിഞ്ചർ ആൻഡ് ടാമറിൻഡ്, ഇഞ്ചിയും പുളിയും ഉള്ളപ്പോൾ. വി കോൾ ദാറ്റ് ടാങ്ങി ആൻഡ് സസ്റ്റി വെൻ ഇറ്റ് ഹാസ് ജിഞ്ചർ ആൻഡ് ടാമറിൻഡ്. ഇഞ്ചിയും പുളിയും ഉള്ളപ്പോൾ നമ്മൾ അതിനെ ടാങ്ങി, സസ്റ്റി എന്നും വിളിക്കാറുണ്ട്. അഞ്ജലി റിപ്പീറ്റഡ് ടാങ്ങി അണ്ടർ ഹർ ബ്രെത്ത്. അണ്ടർ ഹർ ബ്രെത്ത് എന്ന് വെച്ചാൽ പതുക്കെ, രഹസ്യമായി അല്ലെങ്കിൽ പതുക്കെ ഉരുവിടുക. ടേസ്റ്റിംഗ് ദ വേർഡ് അലോങ് സൈഡ് ദ ഫുഡ്. ഭക്ഷണത്തോടൊപ്പം വാക്ക് രുചിച്ചു നോക്കുന്നു. അതായത് അഞ്ജലി ആ രുചിയോടൊപ്പം ടാങ്ങി എന്ന വാക്കും പതുക്കെ ഉരുവിട്ട് നോക്കി. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അഞ്ജലി റിപ്പീറ്റഡ് ടാങ്ങി അണ്ടർ ഹർ ബ്രെത്ത്, ടേസ്റ്റിംഗ് ദ വേർഡ് അലോങ് സൈഡ് ദ ഫുഡ്. അഞ്ജലി ആ രുചിയോടൊപ്പം ടാങ്ങി എന്ന വാക്കും പതുക്കെ ഉരുവിട്ട് നോക്കി അല്ലെങ്കിൽ പതുക്കെ പറഞ്ഞു നോക്കി. ബൈ ദ ടൈം ദേ റീച്ച്ഡ് ദ പായസം, അഞ്ജലി ഫെൽറ്റ് മോർ കോൺഫിഡൻറ്റ്. ഷീ ലുക്ക്ഡ് അറ്റ് സേറ ആൻഡ് സെഡ് ഐ എം ഹാപ്പി യു വന്നു, യു കെയിം. അവർ പായസത്തിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും അഞ്ജലിക്ക് കൂടുതൽ ആത്മവിശ്വാസം തോന്നി. അവൾ സേറയെ നോക്കി പറഞ്ഞു, നിങ്ങൾ വന്നു, നിങ്ങൾ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ബൈ ദ ടൈം, അപ്പോഴേക്കും. റീച്ച്ഡ് ദ പായസം, പായസത്തിൻ്റെ അടുത്തെത്തി. ബൈ ദ ടൈം ദേ റീച്ച്ഡ് ദ പായസം, അവർ പായസത്തിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും. അഞ്ജലി ഫെൽറ്റ് മോർ കോൺഫിഡൻറ്റ്. മോർ കോൺഫിഡൻറ്റ്, കൂടുതൽ ആത്മവിശ്വാസം. ഫെൽറ്റ്, തോന്നി അല്ലെങ്കിൽ അനുഭവപ്പെട്ടു. അഞ്ജലി ഫെൽറ്റ് മോർ കോൺഫിഡൻറ്റ്, അഞ്ജലിക്ക് കൂടുതൽ ആത്മവിശ്വാസം തോന്നി. ഷീ ലുക്ക്ഡ് അറ്റ് സേറ, അവൾ സേറയെ നോക്കി. ആൻഡ് സെഡ്, പറഞ്ഞു, ഐ എം ഹാപ്പി, എനിക്ക് സന്തോഷമുണ്ട്. യു വന്നു, അതായത് യു കെയിം, ഇതാണ് അഞ്ജലി ഉദ്ദേശിക്കുന്നത്. നീ വന്നു. ബൈ ദ ടൈം ദേ റീച്ച്ഡ് ദ പായസം, അഞ്ജലി ഫെൽറ്റ് മോർ കോൺഫിഡൻറ്റ്. ഷീ ലുക്ക്ഡ് അറ്റ് സേറ ആൻഡ് സെഡ്, ഐ എം ഹാപ്പി, യു വന്നു, യു കെയിം. ഇത് കേട്ട് സേറ പറയുകയാണ്, ഐ എം ഹാപ്പി ഐ കെയിം ടു. സേറ റിപ്ലൈഡ്, ഗിവിംഗ് ഹെർ എ ഹഗ്. യു ആർ ടീച്ചിങ് മീ ഹൗ ടു ഈറ്റ് വിത്ത് മൈ ഹാൻഡ്സ്.
ആൻഡ് ഐ എം ടീച്ചിങ് യു ഹൗ ടു ചാറ്റ്. ഇറ്റ്സ് എ പെർഫെക്റ്റ് ഡീൽ. ഞാൻ വന്നതിലും എനിക്ക് വലിയ സന്തോഷമുണ്ട്. സേറ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. നീ എനിക്ക് കൈകൊണ്ട് എങ്ങനെ കഴിക്കണമെന്ന് പഠിപ്പിച്ചു തരുന്നു. ഞാൻ നിനക്ക് സംസാരിക്കാനും പഠിപ്പിച്ചു തരുന്നു. ഇതൊരു മികച്ച കൈമാറ്റമാണ്. ഐ എം ഹാപ്പി ഐ കെയിം ടു. ഞാൻ വന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. സേറ റിപ്ലൈഡ്. സേറ മറുപടി പറഞ്ഞു. ഗിവിങ് ഹെർ എ ഹഗ്. ഹഗ് കെട്ടിപ്പിടിക്കുക. ഗിവിങ് ഹെർ എ ഹഗ് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട്. യു ആർ ടീച്ചിങ് മീ. ടീച്ചിങ് മീ എന്നെ പഠിപ്പിക്കുന്നു. യു ആർ ടീച്ചിങ് മീ നീ എന്നെ പഠിപ്പിക്കുന്നു. ഹൗ ടു ഈറ്റ് വിത്ത് മൈ ഹാൻഡ്സ്. ഈറ്റ് കഴിക്കുക. ഹാൻഡ്സ് കൈകൾ. ഹൗ ടു ഈറ്റ് വിത്ത് മൈ ഹാൻഡ്സ് എങ്ങനെ എൻ്റെ കൈകൾ കൊണ്ട് കഴിക്കണമെന്ന്. ആൻഡ് ഐ എം ടീച്ചിങ് യു ഞാൻ നിന്നെ പഠിപ്പിക്കുന്നു. ഹൗ ടു ചാറ്റ്. ചാറ്റ് എന്ന് പറഞ്ഞാൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കുക അല്ലെങ്കിൽ വെറുതെ സംസാരിക്കുക. ഹൗ ടു ചാറ്റ് എങ്ങനെ സംസാരിക്കാമെന്ന്. ഐ എം ടീച്ചിങ് യു ഹൗ ടു ചാറ്റ് എങ്ങനെ സംസാരിക്കാമെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരുന്നു. ഇറ്റ്സ് എ പെർഫെക്റ്റ് ഡീൽ. പെർഫെക്റ്റ് ഡീൽ എന്ന് വെച്ചാൽ മികച്ച ഇടപാട് അല്ലെങ്കിൽ കൈമാറ്റം. ഇറ്റ്സ് എ പെർഫെക്റ്റ് ഡീൽ. ഇതൊരു മികച്ച കൈമാറ്റമാണ്. ഐ എം ഹാപ്പി ഐ കെയിം ടു. സേറ റിപ്ലൈഡ്, ഗിവിങ് ഹെർ എ ഹഗ്. യു ആർ ടീച്ചിങ് മീ ഹൗ ടു ഈറ്റ് വിത്ത് മൈ ഹാൻഡ്സ് ആൻഡ് ഐ എം ടീച്ചിങ് യു ഹൗ ടു ചാറ്റ്. ഇറ്റ്സ് എ പെർഫെക്റ്റ് ഡീൽ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.